ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇപ്പോൾ മാങ്ങയെല്ലാം ധാരാളമായി കിട്ടുന്ന സമയമാണ്. നമുക്കിവിടെ വളരെ പെട്ടെന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ഞങ്ങൾ ഈ അച്ചാറിനെ കടുവുമാങ്ങ അച്ചാർ എന്ന് പറയും. എന്നാൽ ചില സ്ഥലങ്ങളിൽ കണ്ണിമാങ്ങ അച്ചാറിനെയാണ് കടുവുമാങ്ങ എന്ന് പറയുന്നത്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഞാൻ എൻ്റെ ബ്ലോഗിൽ ഈ റെസിപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ കടുവുമാങ്ങ എന്ന് ടൈറ്റിൽ കൊടുത്തപ്പോൾ കുറേ ഫ്രണ്ട്സ് കമൻ്റ് ഇട്ടിരുന്നു, കണ്ണിമാങ്ങ പിക്കിളിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ കടുവുമാങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങ ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ച് ആ നെറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് മുറിച്ച് മാറ്റണം. അതിനുശേഷം ഒരു പീലർ ഉപയോഗിച്ച് മാങ്ങയുടെ തൊലി നമുക്ക് മുറിച്ച് മാറ്റാം. പീലറില്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിൽ മാങ്ങയുടെ തൊലി ചെത്തി മാറ്റിയാൽ മതി. ഇനി മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഒരു പാനിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം. ഇതൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഇപ്പോൾ മാങ്ങയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടൊരു 6 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ നല്ലൊരു വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മാങ്ങ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അച്ചാറിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടുക്, ഉലുവ, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, കായപ്പൊടി, വിനാഗിരി, നല്ലെണ്ണ, ആവശ്യത്തിന് വെള്ളം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ അച്ചാറിന്റെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി കൂടി അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അച്ചാർ പാകമായിട്ടുണ്ട്. ഈ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായി നമുക്ക് മാറ്റി വെക്കാം. അച്ചാർ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ടൈറ്റ്
കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. കൂടുതൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി വരുന്ന വിഷുവിനും ഈസ്റ്ററിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.